അധികാരികളോട് പറഞ്ഞുമടുത്തു. ഒടുവിൽ അവർ ചട്ടിയും തൂമ്പയുമായി റോഡിലിറങ്ങി. ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്ന ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പഴയ പാലത്തിലെ വലിയ കുഴികൾ ബസ് ഉടമകളും ജീവനക്കാരും ചേർന്ന് അടച്ചു. കുഴിയടയ്ക്കാൻ പലതവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ജീവനക്കാർ തന്നെ രംഗത്തിറങ്ങിയത്. ഒറ്റപ്പാലം നഗരത്തിൽ ഏതു സമയവും ഗതാഗതക്കുരുക്കാണ്. ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിലൊന്നാണ് ഈ വലിയ കുഴികൾ. പാലക്കാട് നിന്നും ഒറ്റപ്പാലത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ കുഴികൾ ചാടി വേണം കടന്നുപോകാൻ. ഈ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ യാത്രാ ദുരിതം ബ്രിഡ്ജ് വിഭാഗത്തെയും പൊതുമരാമത്ത് വകുപ്പിനെയും അറിയിച്ചിട്ടും നടപടി കാണാത്തതിലായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ രാത്രിയിൽ കുഴി അടയ്ക്കാമെന്ന അധികാരികൾ ഉറപ്പു നൽകിയിട്ടും കുഴി അടയ്ക്കൽ മാത്രം നടന്നില്ല. ഇതോടെ ബസ് ഉടമകളും ജീവനക്കാരും രംഗത്തിറങ്ങുകയായിരുന്നു. ഈ ചട്ടിയും തൂമ്പയായിട്ട് ഇവർ ഇറക്കാൻ നിൽക്കുക. ഞങ്ങൾക്ക് ബസ് പണി മാത്രമല്ല അറിയുള്ളൂ, എല്ലാ പണിയും അറിയും. ഞങ്ങളൊരു പൊതുപ്രവർത്തകർ കൂടിയാണ്. ഞങ്ങൾ പല പ്രാവശ്യം പല അധികാരികളോടും PWDന്റെ ആളുകളോടും എല്ലാവരോടും പറഞ്ഞു ഈ പാലത്തിന്റെ ഇവിടെയുള്ള കുഴി ഒന്ന് തൂർത്ത് തരാൻ. അതവർ തൂർത്ത് തരാത്തത് കാരണമാണ് ഇന്നത്തെ ഒറ്റപ്പാലത്തെ ബ്ലോക്ക്. ഇന്നൊരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പകുതി ജീവനാൾ വെച്ച് ആൾ മരിക്കും. യാതൊരു തർക്കുലയും വഴിക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ബസ്സുകൾക്കാണെങ്കിൽ സമയത്തിന് ഓടുന്ന വണ്ടികളാണ്. അവർക്ക് സമയനഷ്ടം കാരണം വണ്ടികൾക്ക് ട്രിപ്പുകൾ മുടങ്ങാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പല പ്രാവശ്യം ഇന്നലെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ബ്രിഡ്ജിന്റെ എയിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇന്നലെ രാത്രി ശരിയാക്കി തരാറുണ്ട്. ഇന്ന് ഇതുവരെ ശരിയാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ പാലം പണിക്കാർ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കോൺക്രീറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കുഴി തൂർക്കുന്നത്. ഈ ഒരു മിതൻ ലെവലിൽ ഇത് നേരങ്ങത്തിലാക്കി തരുന്നില്ലെങ്കിൽ ഏത് സമയത്തും ബസ് സർവീസ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബസ് ഓടിയിട്ട് കാര്യമില്ല. ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് ട്രഷറർ സിദ്ദീഖിന്റെയും ബസ് ജീവനക്കാരായ നാസറിന്റെയും നേതൃത്വത്തിലായിരുന്നു കുഴികൾ അടച്ചത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് അധികാരികൾ മുഖം തിരിക്കുകയാണെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.